ഈ പൊറോട്ട എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ വില്ലനാവുന്നുണ്ട്? ഇത് ചോദിക്കുന്ന സൂര്യക്കും പറയുന്ന എനിക്കും അറിയാം ഇത് വില്ലനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പൊറോട്ട കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പട്ടിണി കിടക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ പൊറോട്ട വന്നു, ആ പൊറോട്ട മാത്രമേ കഴിക്കാൻ കിട്ടിയെന്നുള്ള അല്ലെങ്കിൽ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ വന്നാൽ ആ പൊറോട്ട എടുത്ത് കഴിക്കുന്ന ആളുമാണ് ഞാൻ. വൺസ് ഇൻ എ വൈൽ ആണെങ്കിൽ പ്രശ്നമില്ല. പൊറോട്ടയും ബീഫും സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നിടത്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഡെയിലി ഡിന്നറോ ലഞ്ചോ ആവുന്നിടത്താണ് പ്രശ്നം. എത്ര സ്പൂൺസ് ഓഫ് ഷുഗർ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ദിവസം കഴിക്കാം? കംപ്ലീറ്റ്ലി ഇപ്പൊ എല്ലാവർക്കും നോ ഷുഗർ പെട്ടെന്ന് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. വൈറ്റ് ഷുഗർ 1% പോലും ശരീരത്തിന് ആവശ്യമില്ല. വേണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ള ഷുഗർ കണ്ടന്റ്, കാർബോ, ഗ്ലൂക്കോസ് നിങ്ങളുടെ ശരീരത്തിൽ എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്നുണ്ട്. വൈറ്റ് ഷുഗർ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. സിഗരറ്റ് വലിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് വെള്ള ഷുഗർ, വൈറ്റ് ഷുഗർ എന്നുള്ളത്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ. ഡോക്ടർ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ആ കുറേ പേര് പറയുന്നത് യൂസ് ചെയ്തിട്ട് കിഡ്നി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് പലരെയും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണമെന്നുള്ളൊരു ബേസിക് സെൻസ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗുണത്തെക്കാളേറെ ആൾക്കാർക്ക് ഇപ്പോൾ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വിദ്യാബാലന്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലമേഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനുശേഷമാണ് ആളുകൾ ഡയറ്റ് എടുക്കുന്നതിനേക്കാൾ മുന്നേ ബോഡിയിലെ ഇൻഫ്ലമേഷനൊക്കെ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിക്കണം എന്നുള്ളൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് ഒക്കെ വന്നത്. നമ്മുടെ ശരീരത്തിലെ 90% കാര്യങ്ങളും ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. അതിലൊന്നാണ് ഇൻഫ്ലമേഷൻ. ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ. ഡോക്ടർ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ആ കുറേ പേര് പറയുന്നത് യൂസ് ചെയ്തിട്ട് കിഡ്നി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് വലിയൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് വന്നു പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാനൊക്കെ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന, എൻ്റെ എല്ലാ ഡോക്ടേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നത് ഓവർ വെയിറ്റ് ആണ്. ഞങ്ങളുടെ ഒരു കോർ ഏരിയ ഓവർ വെയിറ്റ് ആണ്. ഞാനൊരു ദിവസം കൺസൾട്ടേഷൻ ഒരു 30 പേരെയാണ് കാണുന്നതെങ്കിൽ ഒരു 25 പേരും ഹെർബ ലൈഫ് ട്രൈ ചെയ്ത് തിരിച്ചു വന്നവരാണ്. ഇത് അഗെയിൻ മറ്റേ ഒരു വീഡിയോയ്ക്കകത്ത് ആ പയ്യൻ പറയുന്നത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതിനേക്കാൾ അപ്പുറം ഇത് പലരെയും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണം എന്നുള്ളൊരു ബേസിക് സെൻസ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗുണത്തെക്കാളേറെ ആൾക്കാർക്ക് ഇപ്പോൾ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. അത് എല്ലാവർക്കും വർക്കാവുന്ന സാധനമേ അല്ല. അതിനകത്ത് എന്തൊക്കെയാണ് കണ്ടന്റ്? ചിലർക്ക് ഗ്ലൂട്ടൻ പ്രശ്നമായിരിക്കും, ചിലർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് കാണും. അപ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബോഡി എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കായതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് അത് വർക്കാവാതിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയില്ല. എത്ര നാൾ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതൊരു പർപ്പസിന് വേണ്ടി എടുത്തു, പിന്നീട് നോർമൽ ലൈഫിലേക്ക് അത് അവോയ്ഡ് ചെയ്ത് അത് മാറ്റി നോർമൽ ഫുഡിലേക്ക് എങ്ങനെ തിരിച്ചു വരണം എന്നുള്ള എഡ്യൂക്കേഷൻ അവിടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായില്ലേ? ആ ഒരു എഡ്യൂക്കേഷന്റെ കുറവാണ് പലപ്പോഴും എല്ലാവരെയും ബാധിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ബോഡിക്ക് അത് വേണോ, നമ്മളുടെ ബോഡിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അതല്ലാതെ ഈ പ്രത്യേകിച്ചുള്ള പൊടികളൊന്നും ഇല്ലാതെ എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഗെയിൻ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ആ ഷോർട്ട് കട്ടിൻ്റെ ആവശ്യമില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മനസ്സിലാക്കി നമ്മളുടെ ബോഡി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഏത് ലൈഫിലോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വിദ്യാബാലന്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലമേഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനുശേഷമാണ് ആളുകൾ ഡയറ്റ് എടുക്കുന്നതിനേക്കാൾ മുന്നേ ബോഡിയിലെ ഇൻഫ്ലമേഷനൊക്കെ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിക്കണം എന്നുള്ളൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് ഒക്കെ വന്നത്. ഇൻഫ്ലമേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മളുടെ ശരീരത്തിന്റെ സെക്കൻഡ് ബ്രെയിൻ ആണ് ഗട്ട്. നമ്മളുടെ ശരീരത്തിന്റെ സെക്കൻഡ് ബ്രെയിൻ ആണ് ഗട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് ഗട്ടാണ്. ഇപ്പോൾ വയറിന് ദഹന സംബന്ധമായ പ്രശ്നമുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് സൂര്യ വിചാരിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകും. പിന്നെ താരനൊക്കെ ഗട്ട് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്താന്ന് കേട്ടിട്ടുണ്ട്. വേറെ അറിയില്ല.
നമ്മൾ നോർമലി ദഹന സംബന്ധമായ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് അസിഡിറ്റി വരും, ഉം. ഗ്യാസ്ട്രൈറ്റിസ് വരും, പിന്നെ ഈ പറഞ്ഞാല് മോഷൻ, ചിലർക്ക് മലബന്ധം വരും, അല്ലെങ്കിൽ ഡയറിയ വരും. ഉം. ഇത് ഗട്ടിന്റെ ഒരു സൈഡ് മാത്രമാണ്. ഉം. മനസ്സിലായില്ലേ? നിങ്ങൾക്കിപ്പോ പറഞ്ഞ പോലെ താരനുണ്ടോ, ഉം. റിലേറ്റഡ് ടു ഗട്ടാണ്. അതെ. നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടോ, ഉം. റിലേറ്റഡ് ടു ഗട്ടാണ്. ഉം. നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ, ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഉം. നിങ്ങൾക്ക് PCOD PCOS ഉണ്ടോ, നിങ്ങളുടെ ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടോ, സ്കിന്നിന് അലർജി ഉണ്ടോ, നിങ്ങൾ ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ 90% കാര്യങ്ങളും ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഉം. അതിലൊന്നാണ് ഇൻഫ്ലമേഷൻ. നിങ്ങൾ വാദം, ആർത്രൈറ്റിസ്, ഉം. ഗട്ട് സോൾവ് ചെയ്തിട്ടാണ് പല വാദത്തിന്റെ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നത്. ഓ. സ്കിന്നിലുള്ള കാര്യങ്ങൾ, സ്കിന്നിൽ ഭയങ്കര ചൊറിച്ചിലാണ്, സോറിയാസിന് പ്രശ്നമുണ്ട്. ഉം. നമ്മൾ അവരുടെ വയറ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ചൊറിച്ചിൽ നിൽക്കുന്നത്. ഉം. പണ്ട് നിങ്ങൾ വൈദ്യന്മാരുടെ അടുത്ത് സോറിയാസിസോ സ്കിൻ അലർജി ആയിട്ട് പോകുമ്പോൾ വൈദ്യന്മാർ ആവണക്കണ്ണ കൊടുക്കും. ഉം. എന്തിനാണ് ആവണക്കണ്ണ കൊടുക്കുന്നത്? ആവണക്കണ്ണ കൊടുക്കുമ്പം വയറ് ക്ലീൻ ആയി പോകും. ഉം. ആ ആവണക്കണ്ണ കൊടുത്തു കഴിയുമ്പം അവന്റെ ചൊറിച്ചിൽ നിൽക്കും. ദാറ്റ്സ് വാട്ട് ന്യൂ സയൻസ് ഈസ് ടെല്ലിങ് യു. ഉം. അതിന്റെ റിസർച്ച്ഡ് പേപ്പേഴ്സുമായിട്ട് പുതിയ സയൻസ് വരുന്നു. ഉം. അപ്പൊ ഗട്ട് എന്നുള്ളത് ഇൻഫ്ലമേഷൻ മാത്രമല്ല, ഗട്ട് എന്നുള്ളത് സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദ ബോഡിയാണ്. ഓക്കെ. നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തീരുമാനിക്കുന്നത് ഗട്ടാണ്. നിങ്ങളുടെ ഗട്ട് ക്ലിയർ അല്ലേ, നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ്, നിങ്ങൾക്ക് മുഖക്കുരു വരുന്നുണ്ട്, നിങ്ങളുടെ സ്കിൻ അലർജിക്കാണ്, നിങ്ങൾക്ക് തലവേദന വരുന്നുണ്ട്, മുഴുവൻ കാര്യങ്ങളും ഗട്ടിൽ റിലേറ്റഡ് ആണ്. അപ്പം ഭക്ഷണം, ദഹനം എന്നുള്ളത് ഇറ്റ് ഈസ് ഡിസ്ക്രൈബിങ്, ഡിഫൈനിങ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അത് എല്ലാ സ്ഥലത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്രധാനപ്പെട്ടതാണ്. ഇൻഫ്ലമേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഗട്ട് എന്നുള്ളത്. ഈ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ഫുഡ്, ഒരു 5 ഫുഡ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും? ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഫുഡിനേക്കാളും പ്രധാനം ഏത് സമയത്ത് നിങ്ങൾ കഴിക്കുന്നു എന്നുള്ളതാണ്. 2, എങ്ങനെ നിങ്ങൾ കഴിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞില്ലേ, ഗട്ട് ഹെൽത്തിൽ ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒരു മിനിമം കാർബൺ ഉണ്ടാവണം, നല്ല ഫാറ്റ് ഉണ്ടാവണം, നെയ്യ് നിങ്ങൾ കഴിക്കണം, മുട്ടയായി കഴിക്കണം. മഞ്ഞയും വെള്ളയും ചുമലയും മാറ്റി വെച്ചിട്ടൊന്നുമില്ല, മുട്ടയായിട്ട് കഴിക്കട്ടെ. കാരണം മഞ്ഞയാണ് നല്ല കൊളസ്ട്രോൾ നമുക്ക് ഉണ്ടാകുന്ന കോളിൻ പോലുള്ള കണ്ടന്റ് മഞ്ഞയ്ക്കകത്തോളം ഉള്ളത്. കുറെ നാൾ എല്ലാവരും പറഞ്ഞു മഞ്ഞ മാറ്റി വെക്കണം, എന്തിനാന്ന് ആർക്കും മനസ്സിലായില്ല. ഒരു ഡോക്ടേഴ്സിനും അറിയത്തില്ല അതിന്റെ സയൻസ് എന്താണ്. നമ്മൾ മഞ്ഞ മുട്ടയായിട്ട് കഴിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ മുട്ട കഴിക്കണം. അതായത് ഒരു ബാലൻസ് ആ ഡയറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗട്ട് ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനം. തൈരൊക്കെ നന്നായിട്ട് കഴിക്കണം. നമ്മൾ തൈര് നമ്മുടെ ഇതിലുണ്ടാവണം. പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. സോ ഇതൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും മാജിക്. ആ ബാലൻസ് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ഈ ഒരുപാട് പേര് ഇപ്പൊ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചായ അല്ലെങ്കിൽ കോഫി ഇത് മാത്രം കഴിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇത് എത്രോളം ലോങ് റണ്ണിന് പ്രശ്നമാക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ. യു ക്യാൻ ഡിസൈഡ് ദ ടൈമിങ്സ് ഓഫ് യുവർ ഫുഡ്. ഞാൻ എപ്പോഴും പറയും, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, മറ്റ് അസിഡിറ്റിയോ ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ അധികം പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ, യു ട്രൈ ഫോർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം, നിങ്ങളുടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ 12 മുതൽ 16 മണിക്കൂർ വരെ ഗ്യാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക്. ഇവിടെ എൻ്റെ പ്രശ്നം അറിയോ, നമ്മൾ കാപ്പി ചായ, പ്രത്യേകിച്ച് വേറൊരു ഹെൽത്ത് കണ്ടീഷൻസോ വലിയ കോംപ്ലിക്കേഷൻസോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു ദിവസം 2 കപ്പ് ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് വിരോധമുള്ള ആളല്ല ഞാൻ. വിത്തൗട്ട് ഷുഗർ. ഒരു സമയത്തും വെള്ള പഞ്ചസാര അല്ലെങ്കിൽ വൈറ്റ് പോയിസണെ സപ്പോർട്ട് ചെയ്യുന്ന, കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ലേ. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണമായി മാറുന്നത് അത്ര ഐഡിയൽ വേ അല്ല. അത് നിങ്ങളുടെ ബ്രേക്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വെറും വയറ്റിൽ നിങ്ങൾ ആദ്യം കഴിക്കേണ്ട സാധനം ചായയോ കാപ്പിയോ അല്ല. അത് നിങ്ങൾ നന്നായി വെള്ളം കുടിച്ച് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങൾ ഒരു ചായയോ കാപ്പിയോ കുടിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണമായി ചായയോ കാപ്പിയോ പോകുന്നത് ലോങ് റണ്ണിൽ അത്ര നല്ലൊരു കാര്യമല്ല. ഈ ഷുഗറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഷുഗർ ഫ്രീ ആണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, നോ ഷുഗർ ആണ് എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം, ഷുഗർ ഫ്രീ ആണ്. അപ്പോൾ ശരിക്കും എത്ര സ്പൂൺസ് ഓഫ് ഷുഗർ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ദിവസം കഴിക്കാം? കംപ്ലീറ്റ്ലി ഇപ്പം എല്ലാവർക്കും നോ ഷുഗർ പെട്ടെന്ന് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ.
വൈറ്റ് ഷുഗർ അല്ലേ? അതെ. വൈറ്റ് ഷുഗർ 1% പോലും ശരീരത്തിന് ആവശ്യമില്ല. വേണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ള ഷുഗർ കണ്ടന്റ്, കാർബോ, ഗ്ലൂക്കോസ് നിങ്ങളുടെ ശരീരത്തിൽ എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്നുണ്ട്. വൈറ്റ് ഷുഗർ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഇറ്റ്സ് എ വൈറ്റ് പോയിസൺ. എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കും വൈറ്റ് ഷുഗറിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് പ്രശ്നം വരുന്നില്ലേ, അത് നിങ്ങളുടെ ലക്കാണ്. അതല്ലാതെ എത്ര സിഗരറ്റ് ഒരു ദിവസം വലിക്കാം എന്ന് ചോദിക്കുന്ന പോലെയാണ്. സിഗരറ്റ് വലിക്കുന്നത് തെറ്റാണ്. സിഗരറ്റ് വലിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് വെള്ള ഷുഗർ, വൈറ്റ് ഷുഗർ എന്നുള്ളത്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഞാൻ പറയുന്നത് നോ ഷുഗർ എന്നല്ല, നോ വൈറ്റ് ഷുഗർ എന്നുള്ളത്. ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം. മിനിമം കണ്ടന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജാഗരി വേണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം, ഹണി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആണ്. ഇഫ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ഷുഗർ വേണം നിർബന്ധമാണെങ്കിൽ ഇതൊക്കെ കുറച്ച് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വിരോധമില്ല. എന്ത് വൈറ്റ് പോയിസൺ യൂസ് ചെയ്യുന്ന അത്രയും വിരോധമില്ല. അത് ഐഡിയൽ ആണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്ത് ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ, അവർക്ക് ആദ്യത്തെ 21 ദിവസം ബുദ്ധിമുട്ടുള്ളൂ. അവർക്ക് പിന്നെ ഷുഗർ കട്ട് ചെയ്ത് ജീവിക്കുന്നതിന് ഒരു പ്രശ്നമില്ലെന്ന്. ഇത് ഷുഗർ കട്ട് ചെയ്യാത്തവർക്കാണ് പ്രശ്നം. ഷുഗർ കട്ട് ചെയ്യാത്തവരാണ് പറയുന്നത് പഞ്ചസാര ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളത്. ഷുഗർ കട്ട് ചെയ്ത് തുടങ്ങി ആരോട് നിങ്ങൾ ചോദിച്ചു, ഐ വിൽ ചലഞ്ച് യു. ആർക്കൊരു പ്രശ്നമില്ല, അവർക്ക് വളരെ ഈസിയാണ്. ഞാൻ 2 വർഷം ഷുഗർ കഴിച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ല. എന്നെ പോലെ എൻ്റെ മുന്നിൽ വരുന്ന ആർക്കും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് മദ്യം അങ്ങനെയല്ലേ, സിഗരറ്റ് വലിയ അങ്ങനെയല്ലേ? അതുപോലെ ശരീരത്തിന് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് വൈറ്റ് ഷുഗർ. ഒരു സംശയം അതിനകത്തില്ല. അത് മദ്യപാനികളും സിഗരറ്റ് വലിക്കുന്നവരും പറയുന്ന പോലെയാണ് ഷുഗർ കഴിക്കുന്നവരും പറയുന്നത്. അത് ഉപേക്ഷിച്ചിട്ടൊരു ജീവിതം, അങ്ങനെ ഉപേക്ഷിച്ചിട്ട് ഒരു കുഴപ്പമില്ല, ഇവിടെ ജീവിക്കാൻ പറ്റും. ഈ പൊറോട്ട എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ വില്ലനാവുന്നുണ്ട്? ഇത് ചോദിക്കുന്ന സൂര്യക്കും പറയുന്ന എനിക്കും അറിയാം ഇത് വില്ലനാണ്. ഇത് കുഴിമന്തി വില്ലനാണോ, പൊറോട്ട വില്ലനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര വില്ലനാവാൻ പറ്റും അത്രയും വില്ലനാണ്. ലൈഫ് ത്രെട്ടണിങ് ആണ്. ഒന്നാമത് ഇപ്പൊ എല്ലാവരും പൊറോട്ട ബീഫ് കോംബോ എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ സിനിമ ആളുകൾ പോലും അതിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പൊറോട്ട ബീഫ് അല്ലെങ്കിൽ പൊറോട്ട സ്റ്റ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നൂൽ പൊറോട്ട, മറ്റേ കിഴി പൊറോട്ട, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ. നമ്മൾ എത്ര കഴിക്കരുത് എന്ന് വിചാരിക്കുമ്പോഴും ഇവർ ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ നമുക്കൊന്ന് കൺട്രോൾ വിട്ട് പോവില്ലേ? അപ്പൊ ആളുകൾക്കൊരു അവയർനെസ് ചോദിക്കാൻ കൺട്രോൾ വിട്ട്. ഞാനൊരു പൊറോട്ട വിരോധിയൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പൊറോട്ട കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പട്ടിണി കിടക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ പൊറോട്ട വന്നു, ആ പൊറോട്ട മാത്രമേ കഴിക്കാൻ കിട്ടിയെന്നുള്ള, അല്ലെങ്കിൽ മരിച്ചു പോകുന്ന സിറ്റുവേഷൻ വന്നാൽ ആ പൊറോട്ട എടുത്ത് കഴിക്കുന്ന ആളുമാണ് ഞാൻ. മനസ്സിലായോ? പക്ഷെ ഇതൊക്കെ നമ്മുടെ വൺസ് ഇൻ എ വൈൽ ആണെങ്കിൽ പ്രശ്നമില്ല. പൊറോട്ടയും ബീഫും സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നിടത്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഡെയിലി ഡിന്നറോ ലഞ്ചോ ആവുന്നിടത്താണ് പ്രശ്നം. ഒരിക്കലും എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന സാധനം അല്ല മൈദ. നിങ്ങൾക്കറിയാം മൈദ എന്നുള്ള സാധനം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പൊ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണല്ലോ പൊറോട്ട എന്നുള്ളത്. ഇനി വീറ്റ് പൊറോട്ട എന്നുള്ളത് ഗോതമ്പാണ്. അപ്പൊ ഇത് രണ്ടും എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് നമ്മളുടെ മൊത്തമുള്ള ഹെൽത്തിനും ഗട്ട് ഹെൽത്തിനൊക്കെ വളരെ മോശമാണ്. വൺസ് ഇൻ എ വൈൽ ഇഫ് യു വാണ്ട് ടു ഹാവ് യു ഹാവ് ഇറ്റ്. അത് എപ്പോഴാണെന്നറിയോ സൂര്യ, ഇത് നമ്മൾ മറ്റേ ലൈഫ് സ്റ്റൈലിന്റെ ബ്യൂട്ടി എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈലിലെ ബ്യൂട്ടി മിസ്സായാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാവുന്നത്. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ ഉള്ള കംഫർട്ട് സോണിനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ കംഫർട്ട് വിടുമ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് തോന്നുന്നത്. ബിക്കോസ് യു ഡോണ്ട് നോ ദാറ്റ്. മനസ്സിലായില്ലേ? ഇപ്പം പൊറോട്ടയും ഈ പറഞ്ഞ പൊരിച്ച മീനും പൊരിച്ച കോഴിയും ഒന്നും അധികമായി കഴിക്കാത്ത, കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ലൈഫ് സ്റ്റൈലിൻ്റെയും ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെയും ഭംഗിയും ബ്യൂട്ടിയും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മളെ കംഫേർട്ട് ആക്കുന്ന ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നത്. അതിന്റെ ഭംഗിയും അതിന്റെ എന്താ പറയാ അതിന്റെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തടത്താണ് കിഴി പൊറോട്ടയും നൂൽ പൊറോട്ടയും പലതരത്തിലുള്ള പൊറോട്ടയും ബീഫ് കറിയൊക്കെ വരുമ്പം എങ്ങനെയാണ് കഴിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇത് കഴിക്കാതിരിക്കുമ്പോൾ ഉള്ള യഥാർത്ഥത്തിലുള്ള ഗുണം എന്താണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ.
നിങ്ങൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ഇവിടെ വരുന്നത്. ഹെൽത്തി ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനും അതിൽ ബ്യൂട്ടിഫുൾ തിങ്സ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഉറപ്പാണ് ആളുകൾ ഈ നമുക്ക് വേണ്ടാത്ത ഭക്ഷണത്തിന് പുറകെ ഉള്ള പോക്ക് നിർത്തും. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വരെ ഇവർക്കെല്ലാം ഇവിടെ മാർക്കറ്റ് ഉണ്ട്. അത് എക്സ്പീരിയൻസ് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ആദ്യം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ കിടക്കയിൽ കിടന്നു പോകണം, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവണം എന്ന് വിചാരിച്ച് ആരും പൊറോട്ട കഴിക്കുന്നില്ലല്ലോ. ഇല്ല. അതിന്റെ ഓൾട്ടർനേറ്റ് എന്താണ്, അതുപോലെ കംഫർട്ട് ആക്കി അതുപോലെ ഹെൽത്തി ആയി എനിക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന്മാർ ഇതിന് പുറകെ പോകുന്നത്. എന്ന് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അന്ന് നമുക്ക് ഈ അധികമായിട്ടുള്ള ഇതുപോലുള്ള ഫുഡിനോടുള്ള പോക്ക് നിർത്താൻ പറ്റും.